അപ്പൊ എന്താണ് ഇന്ന് നമ്മുടെ പുതിയ ഒരു ടോപ്പിക്? നിങ്ങൾ അശ്വന്ത് ഗോക്കിനെയൊക്കെ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ആക്ഷേപിച്ചു എന്നൊക്കെ ഞാൻ മുഴുവൻ വീഡിയോ കണ്ടില്ല. എന്തായാലും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അല്ല, അശ്വന്ത് ഗോക്ക് സിനിമ റിവ്യൂ ആയിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. മറ്റുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം, അശ്വന്ത് ഗോക്ക് നമ്മൾ സിനിമകളെ റോസ്റ്റ് ചെയ്ത്, അതായത് അദ്ദേഹത്തിന് സിനിമകൾ ചെയ്യാൻ, സിനിമയിലൊന്ന് എത്തിപ്പെടാനോ ഇനി അഭിനയിക്കാനോ പുള്ളിക്ക് പറ്റില്ല. പുള്ളിയുടെ ഒരു റിവ്യൂവർ ആയിട്ടല്ല, അദ്ദേഹം അഭിപ്രായമല്ല പറയുന്നത്. അഭിപ്രായമല്ല, റോസ്റ്റിംഗ്. അല്ലാതെ അതായത് ഭീഷ്മപർവത്തിന്റെ ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമ ഈ നിരൂപകൻ നമ്മുടെ താങ്കളുടെ നിരൂപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ ശരിക്കും വളരെ കുറച്ചുപേരെ മലയാളത്തിലുള്ളൂ. ഞാൻ അശ്വന്ത് ഗോക്കിനും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും കണക്കാക്കില്ല. കാരണം അവര് വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. അതിനെ കാര്യമാക്കി എടുക്കണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, സാധാരണ അഭിപ്രായം വിളിച്ചു പറയുക എന്നുള്ള പണ്ടത്തെ ഈ അഭിപ്രായങ്ങൾ വിളിച്ചു പറയുക എന്നുള്ള സാധനം പണ്ട് വിളംബരം ചെയ്യുക, പിന്നെ പേപ്പറിൽ ഇടുകയും ഇത് പബ്ലിസിറ്റിയാണ്. അതായത് ഇവരുടെ പബ്ലിസിറ്റി. അതെ, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കിങ്ഡമും സുമതി വളവുമായിട്ട് കണക്ട് ചെയ്തിട്ട് അശ്വന്ത് ഗോക്കിന്റെ ഒരു സംഭവം അത് പറഞ്ഞിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയുക എന്നുള്ളത്, നമുക്കൊരു അഭിപ്രായം പറയാതെ ഞാൻ സോഷ്യൽ മീഡിയ ഉണ്ട്, അഭിപ്രായം ഞാൻ സിനിമ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യങ്ങൾ പറയാം. ഈ കിങ്ഡം എന്ന് പറഞ്ഞ സിനിമ 3 സിനിമകളുടെയൊക്കെ സമ്മിശ്രമായിട്ടാണ് കിങ്ഡം 130 കോടിയിൽ ദേവരെ കൊണ്ടുവരുന്നത് ഇറങ്ങിയതാണ്. പക്ഷെ എനിക്ക് ഈ പറയുന്ന സുമതി, അപ്പൊ അതിന് നല്ല അഭിപ്രായം പറയുന്നു, ഭയങ്കര വിജയമാണ്, ഞാൻ കണ്ടു മുഴുകിപ്പോയി ആ സംഭവങ്ങളിട്ട് സുമതി വളവ് ഒരു 15 കോടി. ഈ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഞാൻ സിനിമയിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ്. വേറെ കൊണ്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. അത് വെച്ചാൽ സിനിമയിൽ ടെക്നോളജി ആയാലും അത് വീക്ഷിക്കുന്ന ആളാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒട്ടും അറിവുള്ള ആളല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമ പിടിക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ അറിയാവുന്ന ആളല്ല. ഈ പറയുന്നത് എന്തിലാവട്ടെ. അപ്പോൾ നമ്മൾ സിനിമയിൽ ഇത്രയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സുമതി വളവ് എന്ന് പറയുന്നത് 15 കോടി 20 കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഒരു സിനിമ 125 കോടി താരതമ്യം ചെയ്തിട്ട് ഞാൻ താരതമ്യം ചെയ്യണം. പുള്ളി ആ സുമതി വളവ് സിനിമ കണ്ടിട്ട് ഭയങ്കര വേസ്റ്റ് പടത്തിന്റെ രീതിയിൽ എല്ലാവരും വെറുപ്പിക്കലാണ് എന്നൊക്കെ രീതിയിൽ ഇതിലാണ്. പുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയെ റിവ്യൂ ചെയ്യുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജേന എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന റോസ്റ്റ് ചെയ്ത് കളയാണ്. ആളുകളെ അഭിനയം കണ്ടില്ലേ. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇദ്ദേഹത്തിന്റെ അറിവും ആളുകൾ നോക്കുമ്പോ അങ്ങനെയല്ല, അത്രയ്ക്ക് അറിവും എല്ലാം ഉള്ള. അപ്പൊ ഇയാളുടെ ഈ പറയുന്ന ഈ വരാൻ പോകുന്ന പുള്ളിയുടെ അടുത്ത സിനിമ അടുത്ത വെള്ളിയാഴ്ച പുള്ളി ഇപ്പൊ ഇറക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോ പുള്ളി ഞാൻ നോക്കുമ്പോ തലയിൽ കെട്ടി പ്രായക്കെട്ടുകൊണ്ട് പുള്ളി നിൽക്കുന്ന പുള്ളിയുടെ പഴയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അല്ലാണ്ട് പുള്ളി ഇത്രയും നാളായിട്ട് ഒരു പിണ്ടാക്കം ചെയ്യില്ല. പിന്നെ പുള്ളിയുടെ കൂട്ടുകാരൻ ഹോമർലൂരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എല്ലാ പടക്കം പടപെടാതെ പുള്ളി കൊണ്ടുവരും. പുള്ളി മറ്റുള്ളവരെയൊക്കെ ഇതിനു മാത്രം നശിപ്പിച്ച്, അതായത് കളിയാക്കി വെക്കെ ചെയ്തിട്ടിപ്പോ പുള്ളിക്ക് ഇതുവരെയായിട്ട് ഇത്രയും അറിയുന്ന, ഇപ്പൊ ഈ പറഞ്ഞ കാര്യമുണ്ട്, റെഫറിക്ക് നിയമങ്ങൾ അറിയാം, കളിക്കാനില്ല അറിയാൻ പാടില്ല എന്നേ ഉള്ളൂ, നിരീക്ഷിക്കാൻ അറിയാം. അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂരജ് കാണുന്നത് എങ്ങനെയാണോ, ഞാൻ കാണുന്നത് എങ്ങനെയാണോ, എന്റെ വീക്ഷണം എങ്ങനെയാണോ അതേപോലെ ഇരിക്കും സിനിമ ആർക്കും നല്ലതോ ചീത്തയോ എന്ന് പറയാൻ പറ്റില്ല. പലരും കൊള്ളില്ല സിനിമ, പലരും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സിനിമ മോശമാണോ? അല്ല, സിനിമയെ എപ്പോഴും നമുക്ക് കണ്ടുവരേക്കുന്ന സാധനം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നു, അതാണ്. അല്ലാതെ ആള് പോലും പറഞ്ഞ കാര്യം. അപ്പോ നമ്മൾ പലപ്പോഴായിട്ട് ഇപ്പൊ കേൾക്കുന്ന, അപ്പൊ എനിക്കിപ്പോ ഇതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ അശ്വന്ത് ഗോക്കിനെ കുറിച്ചും നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ ഒക്കെ ചെയ്തപ്പോ ഇപ്പൊ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ പിടിച്ചെടുത്താൻ കാരണം എന്റെ ഒരു അഭിപ്രായം, ഇപ്പോ ഓരോ സിനിമ ഇറങ്ങുമ്പോ ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയപ്പോ അശ്വന്ത് ഗോക്ക് മോശം പറഞ്ഞു. അപ്പൊ ലിസ്റ്റിനൊക്കെ പിന്നീട് അതിനെ കുറിച്ചൊക്കെ ഒരു വേർഷൻ പറഞ്ഞു. ഇപ്പോ സുമതി വളവിനെ കുറിച്ച് മോശം പറഞ്ഞു. ഒരുപാട് സിനിമകളെ കുറിച്ച് അശ്വന്ത് ഗോക്ക് ഉൾപ്പെടെയുള്ള പല റിവ്യൂസും മോശം പറയുമ്പോൾ ഇവര് ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമാക്കാര് അവര് പറയുന്നുണ്ടല്ലോ, ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സിനിമ കോൺക്ലേവ് ഗവൺമെന്റ് നടന്നിരുന്നത്, അപ്പൊ ചില ചലച്ചിത്ര പ്രവർത്തകര് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഈ പറയുന്ന അശ്വന്ത് ഗോക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പേരെയൊക്കെ നിയന്ത്രിക്കണം. പിന്നെ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ പണ്ട് കോടതിയിൽ വരെ ഇവര് കേസൊക്കെ ആയിട്ട് പോയിട്ട് കോടതി പറഞ്ഞു റിവ്യൂ ബോംബിംഗ് നടക്കുന്നുണ്ടെന്ന് കോടതി പ്രത്യക്ഷമായിട്ട് കണ്ടിരുമ്പോ പറഞ്ഞു. എന്റെ ഒരു സംശയമാണ്, ഇതേ റിവ്യൂവേഴ്സ് ഒരു സിനിമേനെ പൊക്കി പറയുമ്പോൾ, ഗംഭീരമാണെന്ന് പറയുമ്പോൾ, ഇതേ ഇവരെ കുറ്റം പറയുന്ന, കംപ്ലൈന്റ് പറയുന്ന ഈ സിനിമാ പ്രവർത്തകര് തന്നെ എന്തിന് ഷെയർ ചെയ്യുന്നു ഇവരുടെ റിവ്യൂ? അപ്പോൾ തങ്ങൾക്ക് വേണ്ടത് പറയുമ്പോൾ ഷെയർ ചെയ്യും, തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അവര് പറയുമ്പോൾ അത് റിവ്യൂ ബോംബിംഗ് ആവുന്നത് എങ്ങനെ? എന്റെ ഒരു സംശയമാണത്. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഇപ്പോ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നു, മാക്സിമം അത് ബൂസ്റ്റ് ചെയ്യുക. ആ സമയത്ത് ആ നിമിഷം ആ പ്രൊഡ്യൂസർ അതേ ചിന്തിക്കുള്ളൂ. പക്ഷെ ആ പ്രൊഡ്യൂസർ ആയി ഇതൊരു മീഡിയ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ആ സമയത്ത് അത് ഏത് ചാനലുകളാണോ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കൂടുതൽ, അത് PR മാരാണോ, അവരെന്ത് ചെയ്യും, മാക്സിമം നല്ലത് പറഞ്ഞ ആളുകളെ എടുത്തിട്ട്
അതില്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറെ ആളുകൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. അതേപോലെ തന്നെ പക്ഷെ ഈ പറയുന്ന അശ്വന്ത് കോക്ക് ആയാലും ഇപ്പൊ വേറെ കുറച്ച് ആൾക്കാരായാലും എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ നല്ലത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ബൂസ്റ്റപ്പ് കിട്ടണം. ആ സമയത്ത് കാശ് മുടക്കിയേക്കാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവര് നാളെ മോശം പറയുമ്പോ അതെ, അപ്പോ ഞാൻ ചോദിച്ചത് മോശം ഇപ്പൊ പറയുന്നത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ അശ്വന്ത് ഗോക്ക് ഗുഡ് എന്ന് പറഞ്ഞത് ഷെയർ ചെയ്താൽ അപ്പൊ അശ്വന്ത് ഗോക്ക് ജെനുവിൻ പേഴ്സൺ ആയി. നാളെ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് പറയുമ്പോൾ ഇവര് കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ ആ ഒരു വിശ്വാസ്യത പോയില്ലേ. എന്റെ ഒരു അഭിപ്രായം ഇവരെ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്ട് അതായത് ഇവരെ മൈൻഡ് ആക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു അശ്വന്ത് ഗോക്ക് ആണോ ഈ റിവ്യൂവർ ആണോ ഇവിടെ സിനിമ വിജയിപ്പിക്കുന്നത്? ഈ ഭീഷ്മർമ്മ അശ്വന്ത് ഗോക്ക് ആണോ വിജയിപ്പിച്ചത്? ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി തരക്കേടില്ലാത്ത ഫാമിലി കയറിയത് ഇപ്പൊ സുമതി വളവ് കയറുന്നതും ഇവര് പൊക്കി പറഞ്ഞിട്ടാണോ? അല്ല. അപ്പൊ എന്തിനും ഇവര് പൊക്കി പറയുമ്പോഴും അത് ഷെയർ ചെയ്യുന്നതാണ് സിനിമയെ സ്നേഹിക്കുന്ന ഒരാളുടെ രീതിയിൽ എനിക്ക് ഈ സിനിമാ പ്രവർത്തകരോട് പറയാറുള്ളത്. ഈ റിവ്യൂസിന് നിങ്ങൾ എന്തിന് വില കൽപ്പിക്കണം? അതെ, ആദ്യ കാലഘട്ടങ്ങളിൽ അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഇദ്ദേഹം വന്നിട്ട് ഓരോ പ്രായങ്ങൾ കാട്ടിക്കൂട്ടി. അപ്പൊ അത് കാണാനായിട്ട് കുറച്ച് ആളുകൾ ഇരുന്ന് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. പക്ഷെ പുള്ളിയുടെ ചില സിനിമകളിൽ വന്നിട്ട് പുള്ളിയുടെ ജഡ്ജ്മെന്റ് തെറ്റായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ പുള്ളി കാതല് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നെഗറ്റീവ് വളരെ ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷെ അടിച്ചാക്ഷേപിക്കുക, ഈ അപരാധം, ഇങ്ങനത്തെ ദാരിദ്ര്യം, ആ ഒരു അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഞാൻ ചോദിക്കുന്നത് യശ്വന്ത് ഗോക്കിന് എന്ത് യോഗ്യതയുണ്ട് ഒരു അഭിപ്രായം പറയാം. പക്ഷെ ഒരാൾ ആ പറയുന്ന വ്യക്തികളെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിന്റെ ഷാരിസ് ഭയങ്കര വികാരഭരിതനായി പറഞ്ഞല്ലോ, സിനിമയ്ക്ക് ഒരു മധ്യസ്ഥനെ ആവശ്യമില്ല ഗോക്കിന്റെ ഉദ്ദേശമാണ്. പക്ഷെ ബി യുനിഷ സാറ് വന്നിട്ട് വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു മധ്യസ്ഥൻ ഉള്ളത് പോലും ഞാൻ അറിയാം. അതായത് അത്ര ലൈറ്റ് ആയിട്ട് ഒരു വില, കരിവേപ്പിലയുടെ വില പോലും കോക്കിനെ കൽപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവർ കണ്ട സിനിമയ്ക്ക് ഈ പറയുന്ന പോലെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷെ കൂടുതൽ എക്സൈറ്റേറ്റ് ചെയ്ത് അവരുടെ വരുമാന മാർഗമാണത്. അത് ചെയ്തിട്ട് ഈ പറയുന്ന ചില ആളുകളിൽ ചില സാധനങ്ങൾ കിട്ടില്ല ഒരിക്കലും. അതായത് അഭിനയിക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ സിനിമയിലേക്ക് എൻട്രിയോ അല്ലെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, മറ്റുള്ളവരെ തോപ്പിക്കാൻ ശ്രമിക്കുക, ചെയ്ത ആൾക്കാരെ തോപ്പിക്കാൻ ശ്രമിക്കുക. അതിന്റെ ഇടയിൽ ബുദ്ധിപരമായിട്ട് രണ്ടെണ്ണം പറയാം. പിന്നെ ക്യാഷ് കിട്ടുന്നുണ്ടാവുന്നേ പറയാൻ പറ്റില്ല. അതെ. അപ്പൊ ക്യാഷ് കിട്ടുന്ന സമയത്ത് ഇവരിങ്ങനെ ഈ സാധനത്തിന് ഇപ്പൊ നല്ലൊരു സാധനം നിൽക്കുമ്പോ പിന്നെ ഇവര് കുറെ അഭിനയം പഠിപ്പിക്കുന്നുണ്ട് കുറെ ആൾക്കാരെ. സഞ്ജയ് ദത്തിന്റെ അഭിനയം, ചാവായി, മമ്മൂട്ടി അങ്ങനെയായി, മോഹൻലാൽ ഇങ്ങനെയായി. ഇതൊക്കെ എന്ത് യോഗ്യത എന്നൊരു സാധനം അത് പഠിപ്പിക്കുന്നു. അത് മാത്രമേ. പക്ഷെ പുള്ളി റിവ്യൂ പറയണോ പുള്ളിയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞ പുള്ളി നെഗറ്റീവ് പറഞ്ഞാൽ കടന്ന് കഴിയുകയും പുള്ളി പോസിറ്റീവ് പറഞ്ഞാൽ അശ്വന്ത് ഗോക്ക് പോസിറ്റീവ് പറഞ്ഞു ഷെയർ ചെയ്യും. ഞാൻ അതിനാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവന്മാര് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ആളുകൾക്ക് ഇവർ ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ സിനിമയുടെ മുൻനിര പ്രവർത്തകർ ഇവരത് ഷെയർ ചെയ്ത് കാണുമ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു മീറ്റിംഗ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. ഇവരെ വകവെക്കാതിരുന്നാൽ ഓട്ടോമാറ്റിക്കലി ഇവര് പൊക്കോളും. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഒറ്റ കാര്യം പറയാം. അതായത് സിനിമ തനിക്കൊരു സിനിമ പിടിക്കണം, അത് തന്നെ ആഗ്രഹമുണ്ട്. അത് പിടിച്ചു, അത് പോയി കഴിഞ്ഞു, ആ ആഗ്രഹം തീർന്നു. പക്ഷെ ഈ സിനിമ പിടിച്ച് വീണ്ടും സിനിമ നിർമ്മിച്ച് വീണ്ടും സിനിമ അങ്ങനെ നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഈ പറയുന്ന ഈ മേഖലയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആഗ്രഹങ്ങൾ ഒരു സിനിമ അഭിനയിച്ച് സിനിമ കാണിച്ചിട്ട് പോകും. അവര് ഞാൻ സിനിമ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ അതുപോലെയല്ല. സിനിമ നിർമ്മാണവും അതേപോലെ തന്നെ സിനിമയിൽ സിനിമ പഠിച്ചു, സിനിമയിൽ അഭിനയായി സിനിമ വ്യവസായം ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവർക്ക് ഫസ്റ്റ് എന്റെ പടത്തിന് ഇത്ര കോടി രൂപ മുടക്കിയിട്ടേക്ക്. അപ്പൊ ഇത് പല രീതിയിൽ ബാധിക്കും. നെഗറ്റീവ് പറയും. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പബ്ലിസിറ്റി ആയിട്ട് നേരെ പറഞ്ഞ് ഇവരുടെ റേറ്റിംഗ് എന്നുള്ള സാധനം ഫസ്റ്റ് നെഗറ്റീവ് പറയുമ്പോൾ അത് കുറച്ച് ദിവസം നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വിഷയമില്ല, കണ്ടെന്ന് പറയാം. പക്ഷെ മറ്റവൻ അപരാധമാണ്, അവരൊക്കെ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് വെറും മോശമായ പരിപാടിയാണ്. അപ്പൊ നെഗറ്റീവ് പറയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അതായത് ഒരു കുടുംബം ചിലതല്ലേ വീടിനെ തന്നെ തീർന്നു ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ടാണ് ഇവര് പറയുന്നത് നെഗറ്റീവ് പറയുമ്പോൾ പേടിക്കും. അത് എടുത്തിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കാശ് മുടക്കിയിട്ടേക്ക് അതെനിക്ക് മാക്സിമം നല്ലത്. പക്ഷെ നെഗറ്റീവ് അപ്പൊ ഈ പറയുന്ന ഈ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന്, അതായത് ഇപ്പൊ ഇന്ന റിവ്യൂവർ ഞങ്ങളുടെ സിനിമയെ ഡീഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് പോകുമ്പോൾ ഒരു പൊതുജനം ഇത് ഡീഗ്രേഡിങ് ആണ്. നാളെ ഇവര് കംപ്ലൈന്റ് കൊടുത്ത അതേ വ്യക്തി
പോസിറ്റീവ് പറയുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ പൊതുജനം എന്താ വിചാരിക്കുക, അത് ശരി ഇവരപ്പോ ഒരുമാതിരി നാടകം കളിക്കുകയാണോ എന്നൊരു ആളുകൾ നമ്മുടെ അടുത്ത് വരെ മീഡിയക്കാരുടെ അടുത്ത് വരെ പറയുന്നുണ്ട്. ഈ അശ്വന്ത് ഗോക്കിനെ കുറ്റം പറഞ്ഞ ഇതേ സംവിധായകൻ തന്നെ ഇന്നലെ അയാളുടെ സിനിമ ഇറങ്ങിയപ്പോ അശ്വന്ത് ഗോക്ക് പോസിറ്റീവ് പറഞ്ഞ് ഷെയർ ചെയ്തല്ലോ, നിങ്ങൾ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് സിനിമയിൽ അല്ലാത്ത ആളുകൾ. അമൽനീരദിന്റെ സിനിമ ഈ പറയുന്ന പോലെ പുള്ളി നെഗറ്റീവാണ് പറഞ്ഞത്. ആ സിനിമ എവിടെ എത്തി? അതെ. അപ്പൊ ഞാൻ പറയുന്നത് ഈ പറയുന്ന എനിക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് പുള്ളിയുടെ അഭിപ്രായം പുള്ളിക്ക് പറയാന്നുള്ളതാണ്. ഈ പറയുന്നത് അത് മൈൻഡ് ചെയ്തെന്നാണ് ഞാൻ പറയുന്നത്, പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആയാലും. അതാണ് എന്റെ അഭിപ്രായം. കാരണം ഇവരെ ചീത്ത വിളിച്ചാലും ഇവരെ പൊക്കിയടിച്ചാലും ഇവരെ വളർത്തുകയാണ്, വളമിട്ട് അതിങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ്. പുള്ളി പക്ഷേ ഫാൻസി ഡ്രസ് പോലെയാണ് വരുന്നത്. എന്തെങ്കിലും ചെയ്യട്ടെ, പുള്ളിക്ക് ഇതൊക്കെ പറ്റുള്ളൂ, ചെയ്യട്ടെ. ഫാൻസി ഡ്രസ് പോലെ അഭിനയിക്കാനും കാര്യങ്ങളും. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ മൈൻഡ് ആക്കരുത്. അത് മാത്രമേ ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള ഈ സിനിമ അല്ലാത്ത ആളുകൾ, ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യാത്ത ആളുകൾ, സിനിമയിൽ എന്തെങ്കിലും ആവണമെന്നോ ആഗ്രഹിക്കാത്ത ആളുകളുണ്ടാവും വേറെ മേഖലയിൽ. അതിപ്പോ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളായിക്കോട്ടെ, ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ജോബ് ചെയ്യുന്ന ഒരു ഹൈ ക്ലാസ് ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇവര് അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ കാണുന്നു, ആസ്വദിക്കുന്നു ആയിക്കോട്ടെ. എനിക്ക് പേഴ്സണൽ അഭിപ്രായം പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹിക്കുന്നവര് ദയവ് ചെയ്ത് ഇവരുടെ റിവ്യൂ കാണരുത്. അത് നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആക്കും, നിങ്ങൾ ഇവരുടെ ചിന്തയിലേക്ക് പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. അത്ര എനിക്ക് പറയാം. അല്ലാത്ത ആളുകൾ കണ്ടോട്ടെ, കൈയടിച്ചോട്ടെ, കോമാളിത്തരം കണ്ട് എൻജോയ് ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ കാരണം എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് കാണണോ എന്ന് വിചാരിക്കുന്നത് അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ കണ്ടു, അശ്വന്ത് കൊള്ളൂല എന്ന് പറഞ്ഞു കാണണ്ട. മറ്റൊരു പയ്യൻ, ഒരു 12 വയസ്സുള്ള പയ്യൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവനൊരു സിനിമ കണ്ടിട്ട് അവന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, അവൻ നേരെ പോണത് ഈ റിവ്യൂസിന്റെയാണ്. അവൻ കൊള്ളൂല എന്ന് പറഞ്ഞാൽ ശരിയാണ്, എനിക്കും തോന്നി പടം കൊള്ളില്ല. ഈ ഒരു ചിന്താഗതി സാധാരണക്കാർക്ക് വന്നോട്ടെ, സിനിമയിൽ എന്തെങ്കിലും ആവണം എന്നുള്ള ആഗ്രഹിക്കുന്നവർ ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചിന്താഗതിയെ ബാധിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള ഒരു കാര്യം. സിനിമയുടെ വിധിയല്ല ഞാൻ പറയുന്നത്, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഞാൻ പറയുന്നത്. സിനിമയുടെ സക്സസിനെ ഇവർ റിവ്യൂസ് ബാധിക്കുന്നത് 90% ബാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഇവരുടെ ചിന്തകൾ മാറ്റി ചില കാർഡുകൾ ഇറക്കലുണ്ട്. അതായത് ഞാൻ ലാലേട്ടന്റെ ഭയങ്കര ഫാനാണ്, പക്ഷെ തവളയെ പോലെ കിടന്നാണ് ഒരു ഭയങ്കര വിഷമമുള്ള എന്താ തോന്നിപ്പോയി. അതായത് നമ്മുടെ 24-ല് അശ്വന്ത് ഗോക്കും അതുപോലെ സജ്ജി നന്ദിയാണോ എന്ന് പറയുന്ന പ്രോഗ്രാം വന്നിരുന്നു. പുള്ളി ചോദിച്ചോ അശ്വന്ത് ഗോക്കെ അങ്ങനെയാണെങ്കിൽ ഭീഷ്മോർവത്തിന്റെ അർത്ഥം പറയാൻ പറഞ്ഞു. വെറുതെ ബമ്പ പഠിച്ചു, അറിയില്ലായിരുന്നു അശ്വന്ത് ഗോക്കിന്, അതൊന്നും ഭീഷ്മന്റെ പറ്റും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇയാൾക്ക് അതൊന്നും അറിയില്ല. വെറുതെ അറിയാതെ ഇരുന്നിട്ട് റോസ്റ്റ് ഒരു അതായത് നേരെ ഡോക്ടർ ഓൺ ചെയ്ത് വെക്കുക, എന്നിട്ട് ഇരുന്നിട്ട് സിനിമയുടെ നടനാരാണ്, സംവിധായകനാരാണ്, മറ്റേതാരാണ്, മറിച്ചതിന് മുമ്പ് ഏത് സിനിമ ചെയ്തേക്കുന്ന സാധനം ഡോക്ടർ വെച്ച് വായിച്ചാണ് പറയുക. അതിനുശേഷം നിന്ന് എല്ലാവരെയും പൊളിക്കുക. അവന് വലിയ വിവരമില്ല. പക്ഷെ ഈ വിവരമില്ലാത്തവർ കൊള്ളാം എന്ന് പറഞ്ഞാൽ സിനിമാക്കാർ ഷെയർ ചെയ്തത് പറഞ്ഞു വരുന്നത് ഞാനാണ്. എന്റെ ടോപ്പിക് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാ അടുത്ത പ്രാവശ്യം ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ വേറെ റിസൾട്ട് വരും. ഇതേപോലെ പുള്ളി ഇതൊക്കെ വന്നിട്ട് പുള്ളി ആദ്യം കാണിക്കുന്ന പോലെ അതിലെന്താണ് കളിയാക്കുക. ഈ എനിക്ക് തോന്നിക്കുന്നത് അശ്വന്ത് ഗോപിനെ ആൾക്കാർ കാണുന്നത് നമ്മൾ ഈ ഓരോരുത്തരെ കളിയാക്കുന്നത് കാണാൻ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടം. അതെല്ലാം എനിക്ക് ഇഷ്ടം, ഓരോരുത്തരെ പൊളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും എനിക്കിപ്പോ തോന്നിയിട്ടുള്ള അശ്വന്ത് ഗോപിനെ പറ്റി. അല്ലാതെ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ ഈ പറഞ്ഞാല് അതിനെപ്പറ്റി എന്താണെന്ന് മനസ്സിലാക്കാണ്ട് പറയൂലേ, അതിനെപ്പറ്റി എന്താണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും പറഞ്ഞു വന്നപ്പോ അത്രേ ഉള്ളൂ. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇത്ര സിനിമ സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇത്രേ ഉള്ളൂ. ഇവരെയൊക്കെ അങ്ങ് ഒഴിവാക്കി, ഇവര് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും സിനിമാക്കാർ ഇവരുടെ താങ്ങാതിരിക്കുക എന്നതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്, ഇവര് പോസിറ്റീവ് പറയുമ്പോൾ അത് ഷെയർ ചെയ്യുന്ന കാണുകയും ഇവര് നെഗറ്റീവ് പറയുമ്പോൾ ഡിഗ്രേഡിങ് ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ പരാതി പറയുന്ന കാണുമ്പോൾ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് എനിക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. നമ്മൾ ആരാധിക്കുന്ന സിനിമാക്കാരെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നില്ല, ചിരിക്കുന്നുണ്ട്, എനിക്ക് ചിരി വരുന്നില്ല. അപ്പൊ അത്രുള്ളൂ അതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതിപ്പോ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നെക്സ്റ്റ് അടുത്ത കാലത്തിൽ നമുക്ക് കാണാം. അടുത്ത എന്തായാലും സ്റ്റേറ്റ് അവാർഡ് വരുന്നുണ്ട്. കൂലിയൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോ അശ്വന്ത് ഗോക്കി എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പറയാം. പക്ഷെ മിക്കവാറും കൂലിനെ കുറിച്ചൊന്നും കുറ്റം പറയാൻ സാധ്യതയില്ല. വയ്യാന്ന് പറയും സഞ്ജയ്. ഞാൻ ലിയോ കണ്ടു കഴിഞ്ഞപ്പോ സഞ്ജയ് ദത്തിന് വയ്യ, വിജയ് മറ്റേ
അഭിനയം പഠിപ്പിക്കുന്നു. അയ്യോ എന്താണ് അയ്യോ അതൊക്കെ നമുക്ക് ഇനി വേറൊരു വലിയൊരു ടോപ്പിക്. ഞാൻ ഭയങ്കര ചിരിച്ച് വലിയ വലിയ വിജയനും അനിലിനെയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞ ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞു. അഭിനയം പഠിപ്പിക്കാൻ വേണ്ടി അതെ, എസ് എ ചന്ദ്രശേഖരന്റെ ഏതോ എസ് എ ചന്ദ്രശേഖരന്റെ സംവിധാനം പഠിപ്പിച്ച ആളുന്ന രീതിയിലേക്കാണ് പറയുന്നത് വിജയുടെ അച്ഛൻ. അത് പോട്ടെ, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്തോളാം. എന്തായാലും എന്താണ് പറയാനുള്ളത്? പറയാനൊന്നുമില്ല. അപ്പൊ എനിക്ക് പറയാൻ എത്രേ ഉള്ളൂ. പറയാനുള്ളതൊക്കെ പറഞ്ഞു. വീണ്ടും പറയുന്നില്ല. സിനിമകൾ വിജയിക്കട്ടെ, അത് ഇവിടുത്തെ പ്രേക്ഷകർ കൈയടിച്ച് വിജയിപ്പിക്കട്ടെ. ഈ വക റിവ്യൂസിന്റെ മൈൻഡ് ആക്കാതെ സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ പോയി കണ്ട് അത് വിലയിരുത്തുക. എന്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്കുള്ള ഒപ്പീനിയൻ, നിങ്ങളുടെ ഒപ്പീനിയൻ ആയിരിക്കില്ല ഈ വിൽക്കുന്ന ആളുകളുടെ ഒപ്പീനിയൻ. മറ്റൊരാൾ ജഡ്ജ് ചെയ്യുന്നത് പോലെ എല്ലാ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടേ പറ്റും. അല്ലെങ്കിൽ സിനിമ നമ്മൾ എവിടെയാണ് കാണുന്നത് നമ്മൾ കണ്ട് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് തിയേറ്ററിൽ പോയി കാണണം എന്ന് പറയുന്നത്? അത്രയും കോൺസെൻട്രേഷൻ വേറെ കിട്ടില്ല. താങ്ക് യു.